ഹലോ, അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ്. ഓഫുള്ള ദിവസം രാവിലെ എണീക്കുന്നതേ 10-12 മണിയാണ്. എണീറ്റ് പാടെ ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കി വേഗം കഴിച്ചു. എനിക്ക് ഈ ഉപ്മാവിൽ ഒത്തിരി വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഈ ഉള്ളി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതുപോലെ ഉണ്ടാക്കിയിട്ട് ചായ ഇട്ടു. അങ്ങനെ ചായയും കുടിച്ചും രാവിലത്തെയും ഉച്ചത്തെയും എന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ചാണ് ഞങ്ങളിത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ ടെറസിലേക്ക് വന്നു. ടെറസിൽ നല്ല കാറ്റാണ്, അതുപോലെ നല്ല കാഴ്ചയാട്ടോ, നല്ല ഭംഗി അവിടെ നിന്നിരുന്ന് കാണാൻ. അങ്ങനെ തുണി അലക്കാൻ തുടങ്ങി. ഇവിടുത്തെ കല്ലെന്ന് പറയുമ്പോൾ ഭയങ്കര താഴെയാട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് നിന്നലക്കാം, ഇവിടെ കുത്തിയിരുന്ന് അലക്കേണ്ട അവസ്ഥയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ പോകേണ്ട ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ് വെക്കണം. ഞങ്ങൾ ഒരു ഗ്ലാസ് അരിയാണ് വെക്കാറുള്ളത്. ആ ഒരു ഗ്ലാസ് അരി തന്നെ ഞങ്ങൾക്ക് ധാരാളമായിരിക്കും, പിറ്റേ ദിവസത്തേക്കും ഉണ്ടാവും. അങ്ങനെ കഞ്ഞിയൊക്കെ ആക്കി, പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഞാനൊരു ചമ്മന്തി പോലെ ആക്കിയെടുത്തു കേട്ടോ. തേങ്ങയും ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കേണ്ട ചമ്മന്തിയാണ്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോള കേട്ടോ തൽക്കാലത്തേക്ക് എടുത്തിട്ടില്ല. പിന്നെ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കിയെടുത്തു. പിന്നെ വൻപയറാണ്. ആക്ച്വലി നമ്മുടെ വൻപയർ, നമ്മുടെ നാട്ടിൽ വാങ്ങുന്ന വൻപയർ കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ. ഇവിടുത്തെ വൻപയറിന് ഈ കളറാണ്. എനിക്കറിയില്ല, ഞാൻ വാങ്ങിയതിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പം. അതും കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് പിന്നെ തട്ടിക്കൂട്ട് അതും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഇട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് പയറും നമ്മൾ സെറ്റാക്കി വളർത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചൂട് ചോറും ഈ വൻപയറും ചമ്മന്തിയൊക്കെ കൂട്ടി കഞ്ഞി കുടിച്ചു കേട്ടോ. കഞ്ഞിയല്ല, ചോറായിരുന്നു. എനിക്കാണ് ചോറിനോട് നല്ല ഇഷ്ടം, അവൾക്ക് ചോറിനോട് അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോറെടുത്ത്, അവൾ പറഞ്ഞു കുറച്ച് മതി, എനിക്ക് വാരി തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാരി കൊടുത്തു. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.